അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, നമ്മുടെ അബ്ദുറഹീമിൻ്റെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് വളരെയേറെ ചർച്ചകൾ നടന്നു. ആ ചർച്ചകളിൽ പലതും ഇസ്ലാമിനെയും അതേപോലെ തന്നെ സൗദി അറേബ്യയുമൊക്കെ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റുകളും അഭിപ്രായങ്ങളുമൊക്കെയായിരുന്നു. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. സത്യത്തിൽ ഇത്തരം കേസുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ സൗദിയിലെ കോടതികൾ, ശരീഅത്ത് കോടതികൾ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ വിധി പറയുന്നു. എന്നാൽ ആ വിധി അന്തിമമായി നടപ്പിലാക്കേണ്ടത് കൊല്ലപ്പെട്ടവൻ്റെ കുടുംബമാണ്. അത് നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അവരാണ്. ഏതാണെങ്കിലും ഞാൻ ആ ചർച്ചയിലേക്ക് ഇനിയും കടന്നു പോകുന്നില്ല. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം, ഇങ്ങനെ ഈ രൂപത്തിൽ ഇസ്ലാമിനെയും അതേപോലെ തന്നെ ഇത് വിധി നടത്തിയ കോടതികളെയുമൊക്കെ അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ കാണാതെ പോകുന്ന ചില വാർത്തകൾ കൂടിയുണ്ട്. അതല്ലെങ്കിൽ കണ്ടിട്ടും അതൊന്നും വലിയ ചർച്ചയാവുകയും മീഡിയകളിൽ ആ രൂപത്തിലുള്ള പബ്ലിസിറ്റി ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ചില വാർത്തകളും സൗദി അറേബ്യയിൽ നിന്ന് വരാറുണ്ട്. അത്തരത്തിലുള്ള മനോഹരമായ ഒരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ സൗദിയിൽ നിന്ന് ലോകം കേൾക്കുകയുണ്ടായി. ആ വാർത്തയെ സംബന്ധിച്ച് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ സന്ദർഭത്തിൽ വന്നത്. അതെന്തായിരുന്നു? ഒരു കൊലയാളിക്ക് അവസാന നിമിഷം മാപ്പ് കൊടുത്ത മനോഹരമായ, അതിലുപരി മനുഷ്യത്വം തുളുമ്പി നിൽക്കുന്ന ഒരു വാർത്ത നമ്മൾ അറിയേണ്ടതുണ്ട്, കേൾക്കേണ്ടതുണ്ട്. ഏതാണെങ്കിലും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. حتى يتبين لهم أنه الحق. സൗദി അറേബ്യയിലെ വടക്കുകിഴക്കൻ പ്രദേശമായ ഹഫ്റുൽ ബാത്തിൻ, അവിടെയാണ് ഈ സംഭവം നടക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച സൗദി പൗരനായ അൽ ഹുമൈദി മുത്തലഖ് അൽ ഹർബി എന്ന് പറയുന്ന സൗദി, അദ്ദേഹം തൻ്റെ മകൻ്റെ കൊലയാളിയുടെ ശിക്ഷ നടപ്പിലാക്കുന്ന ആ മൈതാനത്തേക്ക് വരികയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് തൻ്റെ മകനെ കൊലപ്പെടുത്തിയ കൊലയാളി, ആ കൊലയാളിക്ക് വധശിക്ഷ കോടതി വിധിക്കുകയും അങ്ങനെ ആ വധശിക്ഷ നടപ്പിലാക്കുന്ന ആ ഒരു മൈതാനത്തേക്ക്, അതിന് സാഹത്തുൽ ഖിസാസ് എന്നാണ് പറയുക, ആ മൈതാനത്തേക്ക് പിതാവ് വരികയാണ്. കാരണം ഈ ശിക്ഷ നടപ്പിലാക്കണമെങ്കിൽ അവസാനമായി കൊല്ലപ്പെട്ടവൻ്റെ അധികാരികളിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന്, പ്രത്യേകിച്ച് പിതാവിൽ നിന്ന് സമ്മതമുണ്ടെങ്കിൽ മാത്രമാണ് ഗവൺമെൻറ്റിന് അതല്ലെങ്കിൽ കോടതിക്ക് ഈ ശിക്ഷ നടപ്പിലാക്കാൻ കഴിയുക. അവസാനമായി തീരുമാനിക്കേണ്ടത് കൊല്ലപ്പെട്ടവൻ്റെ കുടുംബമാണ്. അങ്ങനെ ആ ശിക്ഷ നടപ്പിലാക്കുന്ന രംഗമാണ്. ഈ ശിക്ഷ നടപ്പിലാക്കുന്നതിന് മുമ്പ് ധാരാളം തവണ ഈ അൽ ഹുമൈദി മുത്തലഖുൽ ഹർബി എന്ന് പറയുന്ന സൗദി പൗരനുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ചോദിക്കുന്ന ബ്ലഡ് മണി നിങ്ങൾക്ക് തരാം, മില്യൺ കണക്കിന് റിയാലുകൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയും അദ്ദേഹത്തിന് ഓഫർ കൊടുക്കുകയും അദ്ദേഹം ചോദിക്കുന്ന ക്യാഷ് തരാം എന്നൊക്കെ പറയുകയും നിരന്തരമായി അതിന് പ്രത്യേകമായ ഒരു മസ്ലഹത്ത് കമ്മിറ്റി തന്നെ ഉണ്ടാക്കുകയും ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തു. പക്ഷേ ആ ചർച്ചകളെല്ലാം പരാജയപ്പെടുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഇതിലെന്താണോ ശറഇൻ്റെ വിധി, മതത്തിൻ്റെ വിധി എന്താണോ അത് നടക്കട്ടെ. എൻ്റെ മകൻ കൊല്ലപ്പെട്ടു, അതിൽ വേദനയുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിൽ കോടതി വിധിച്ച വിധി നടപ്പിലാക്കുകയാണ് വേണ്ടത്. ഒരു നിലക്കും ഞാൻ പിന്നോട്ട് പോകാൻ തയ്യാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉറച്ചു നിൽക്കുകയായിരുന്നു. അങ്ങനെ അവസാനം ശിക്ഷ നടപ്പിലാക്കുന്ന രംഗമാണ്. നമ്മൾ ചിന്തിക്കണം, എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്. ശിക്ഷ നടപ്പിലാക്കാൻ അതിൻ്റെ അധികാരികളുണ്ട്, അതേപോലെ വധശിക്ഷ നടപ്പിലാക്കുന്ന ആളുകളുണ്ട്, കൊല്ലപ്പെട്ടവൻ്റെ കുടുംബമുണ്ട്, അതുപോലെ തന്നെ കൊലയാളിയുടെ കുടുംബവുമുണ്ട്. എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണല്ലോ ശിക്ഷ നടപ്പിലാക്കുന്നത്. ആ സമയത്ത് എന്ത് ശിക്ഷയാണ്, അല്ലെങ്കിൽ എന്ത് കുറ്റമാണ് ചെയ്തത്, അതിനുള്ള ശിക്ഷ എന്താണ്, അതെല്ലാം അവിടെ വായിച്ച് കേൾപ്പിക്കും. സൗദിയിൽ ശിക്ഷ നടപ്പിലാക്കുന്നത് കണ്ടയാളുകൾക്ക് അതറിയാവുന്ന സംഗതിയാണ്. അങ്ങനെ ആ ഒരു പ്രത്യേക സാഹചര്യം, അവസാന നിമിഷങ്ങളാണ്. കൊലയാളിക്ക് വധശിക്ഷ നടപ്പിലാക്കാൻ പോകുന്ന സമയമാണ്. ആ സമയത്ത് അവസാനമായി ഈ കൊല്ലപ്പെട്ടവൻ്റെ പിതാവിനോട് സമ്മതം ചോദിക്കുകയാണ്, ശിക്ഷ നടപ്പിലാക്കുകയാണ്, നിങ്ങൾക്ക് സമ്മതമല്ലേ എന്ന്. ആ അവസാന സമയം അദ്ദേഹത്തിൻ്റെ കഴുത്തിലേക്ക് വെട്ടാനോങ്ങി നിൽക്കുന്ന, അതല്ലെങ്കിൽ അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പറയാണ്, ഞാനിതാ മാപ്പ് നൽകിയിരിക്കുന്നു. അത്ഭുതകരമാണ്. ആലോചിച്ച് നോക്ക്, അദ്ദേഹം മാപ്പ് നൽകുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്
അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ മകൻ്റെ ഘാതകന് ഞാനിതാ മാപ്പ് നൽകിയിരിക്കുന്നു. അദ്ദേഹം ഡോളറുകളോ റിയാലുകളോ ഒന്നും അദ്ദേഹം ആഗ്രഹിച്ചതോ അതല്ലെങ്കിൽ അത് ആവശ്യപ്പെട്ടതോ ഇല്ല. യാതൊരു പ്രത്യുപകാരവുമില്ലാതെ അദ്ദേഹം മാപ്പ് നൽകുകയായിരുന്നു. ആ സമയത്ത് തക്ബീർ ധ്വനികൾ ഉയരുകയും അദ്ദേഹത്തെ പ്രശംസിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്ന രംഗമാണ് പിന്നീട് അവിടെ ലോകം കണ്ടത്. എന്തൊരു മനോഹരമായ വാർത്തയായിരുന്നു അത്. നോക്കൂ നിങ്ങൾ, അവസാന നിമിഷം മാപ്പ് കൊടുക്കുന്ന, ഒരു പ്രത്യുപകാരവും പ്രതീക്ഷിക്കാതെ മാപ്പ് കൊടുത്ത ഒരു വാർത്തയാണ് നമ്മൾ ഈ കേൾക്കുന്നത്. ഏതാണെങ്കിലും ആ കൊല്ലപ്പെട്ട കുട്ടിയുടെ പിതാവ് തന്നെ മാപ്പ് കൊടുത്ത അൽ ഹുമൈദി മുത്തലഖുൽ ഹർബി എന്ന് പറയുന്ന സൗദി പൗരൻ തന്നെ പറയട്ടെ. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. اليوم يوم نزلوه بالساحة ألهمني الله سبحانه وتعالى وتنازلت لوجه الله خالص وخادم الحرمين الشريفين وسمو ولي عهده الأمين وقبيلة حرب عامة وفخذ له خاصة. اللي زارني طال عمرك محافظ حفر باطن جزاه الله خير، زارني في منزلي وكثر الخير وبيض الله وجهه. കേട്ടില്ലേ സഹോദരങ്ങളെ, എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഞാൻ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ്, ആത്മാർത്ഥമായി ഖാലിസായ നിലയ്ക്ക് അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ മാപ്പ് നൽകുന്നത്. ഇത്രയും കാലം ഞാൻ മാപ്പ് നൽകില്ല എന്നൊക്കെ പറഞ്ഞ് അതിൽ ഉറച്ചു നിന്നെങ്കിലും അവസാന സമയത്ത് മാപ്പ് നൽകാൻ എന്നെ തോന്നിപ്പിച്ചത്, അതല്ലെങ്കിൽ എനിക്ക് തോന്നിയത് അള്ളാഹു എന്നെ തോന്നിപ്പിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാനിതാ നിരുപാധികം മാപ്പ് കൊടുത്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് അദ്ദേഹം പറഞ്ഞപ്പോൾ ആ മസ്ലഹത്ത് കമ്മിറ്റിയിൽപ്പെട്ട രഞ്ജിപ്പിന് വേണ്ടി അദ്ദേഹത്തോട് ശ്രമം നടത്തിയ, അദ്ദേഹത്തെ സമീപിച്ച ആളുകളൊക്കെ അദ്ദേഹത്തെ പ്രശംസിക്കുകയും അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തു. ആ മസ്ലഹത്ത് കമ്മിറ്റിയിൽപ്പെട്ട ആളുകൾ പറയുന്ന വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. والله موقف عظيم جزاه الله خير. الأخ أبو الحميدي بن مطلق بن خشمان الحربي جته جاهيات وجته ملايين، عرضت عليه ملايين وأنا من اللي عرضت له على مبلغ وقال لي أنا ما أبغى تنفيذ الشر. واليوم جزاه الله خير لما نزلوه بالساحة جزاه الله خير عفى لوجه الله وجزاه الله خير، يعني شيء عظيم. والله الموقف اليوم هو حالة إنسانية حقيقة فريدة من نوعها. الموقف يعني الكل يتحدث عنه، موقف أبو خالد الأخ الحميدي بن مطلق الحربي الله يبيض وجهه ويجمل حاله. موقف أنا بالنسبة لي أتوقع الموقف هذا موقف يعني لا يمكن على ما قد يصدر إلا من شخص ولله الحمد عنده الثقة وعنده الإنسانية. فأبو خالد تعاملي معه ومع أبو خالد كلجنة إصلاح ذات البين الكثير، زرناه عدة مرات بيض الله وجهه وجمل الله حاله. نثمن له حقيقة تقدير اللجنة في مساعيها في الأيام السابقة، يعني عرضت عليه أشياء الكثيرة المعنوية والمادية لكن ما قصدها ولا كان يعني ينظر للمبدأ هذا، هو ينظر إلى حالة إنسانية. മില്യൺ കണക്കിന് റിയാല് അദ്ദേഹത്തിന് ഓഫർ ചെയ്തു, ധാരാളം ധനം ഓഫർ ചെയ്തു, ബ്ലഡ് മണി ചോദിക്കുന്നത് തരാമെന്ന് പറഞ്ഞു. അതൊക്കെ വിസമ്മതിച്ചിട്ടും അവസാന സമയത്ത് അദ്ദേഹം മാപ്പ് നൽകിയത് അതാ മനുഷ്യൻ്റെ അകത്ത് ഉള്ള മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് എന്നാണ് അവരൊക്കെ പറഞ്ഞ വാക്കുകളുടെ രത്നച്ചുരുക്കം. എന്നാലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ഇത് വളരെ മനോഹരമായൊരു വാർത്തയാണ് അല്ലേ? പക്ഷേ പലപ്പോഴും അബ്ദുറഹീമുമായി ബന്ധപ്പെട്ട വാർത്ത ചർച്ച ചെയ്തതുപോലെ ഇത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ടാകാം, ഞാൻ അതിലേക്ക് കടന്നു പോകുകയല്ല. പക്ഷേ അബ്ദുറഹീമിൻ്റെ വിഷയം ചർച്ച ചെയ്തപ്പോൾ മാപ്പ് കൊടുത്തില്ല, കയ്യബദ്ധത്തിന് മാപ്പ് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആക്രോശിക്കുന്ന ആളുകളുണ്ടല്ലോ. സമാനമായ ഇത്തരം മാപ്പിൻ്റെ മനോഹരമായ വാർത്തകളും അവർ കാണേണ്ടതുണ്ട്. ഇവിടെയൊക്കെ കൊല്ലപ്പെട്ടവൻ്റെ കുടുംബത്തിൻ്റെ മാനസിക നില, അവരാണ് മാപ്പ് കൊടുക്കണോ കൊടുക്കണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഓരോ കുടുംബത്തിൻ്റെയും മാനസിക നിലയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് മാപ്പ് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യുക എന്ന വിഷയം. ഇദ്ദേഹം അത് വിശാല മനസ്കതയുള്ളയാളാണ്, അദ്ദേഹം മാപ്പ് കൊടുത്തു, അതൊരു വലിയ മാതൃകയായിരുന്നു. ഇത് നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്നാൽ വേറെ ചില ആളുകൾ, വേറെ ചില കുടുംബങ്ങളുണ്ടാകാം, അവരുടെ മാനസിക നില അങ്ങനെ ആയിരിക്കാം, അവർക്ക് അത്ര വേദന ഉണ്ടാകാം. അതുകൊണ്ട് അതൊക്കെ ആ കുറ്റവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതികളാണ്. അതൊന്നും തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഭരണകൂടത്തെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോടതിയെയോ അതല്ലെങ്കിൽ അതിലുപരി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെയോ അധിക്ഷേപിക്കാനോ പരിഹസിക്കാനോ ഒരിക്കലും തന്നെ ഇത്തരം സംഭവങ്ങളുടെ മറപിടിച്ചുകൊണ്ട് ചെയ്യുന്നത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഈ സംഗതി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇത് ഇസ്ലാമിൻ്റെ മാനവികതയുടെ ഒരു മനോഹരമായ ഉദാഹരണവും കൂടിയാണ്. നോക്കൂ നിങ്ങൾ, കൊലയാളിക്ക് അവസാനമായി ഒരു പ്രതീക്ഷ നൽകുകയാണ് ഇസ്ലാം.
അത് കൊല്ലപ്പെട്ടവൻ്റെ കുടുംബം കനിഞ്ഞാൽ ആ കൊലയാളിക്ക് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാം, അദ്ദേഹത്തിന് പശ്ചാത്തപിക്കാം, ആ പാപം അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് പഴയ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള ഒരവസരവും കൂടി ഇസ്ലാം നൽകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ആ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ അബ്ദുറഹീമിനും ഇങ്ങനെയുള്ള ഒരു അവസരമുണ്ടായത് എന്ന കാര്യവും കൂടി നമുക്കറിയാവുന്ന സംഗതിയാണ്. അപ്പോൾ ഇതുപോലെയുള്ള മനോഹരമായ വാർത്തകളും സൗദി അറേബ്യയിൽ നിന്ന് വരുന്നുണ്ട്. സമാനമായ ഒരുപാട് വാർത്തകൾ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഇത് കഴിഞ്ഞ ദിവസം സംഭവിച്ചൊരു വാർത്തയായതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രം. ഇത്തരം സംഗതികളൊക്കെ കൃത്യമായ നിലക്ക് മനസ്സിലാക്കാനും അതിൽ നിന്നുള്ള പാഠം ഉൾക്കൊള്ളാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. സത്യം മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി